പതാകകൾ കാണിച്ചാൽ ഏതു രാജ്യത്തിൻ്റേതാണെന്ന് നിമിഷ നേരം കൊണ്ട് തിരിച്ചറിയുന്ന 7 വയസ്സുകാരൻ അത്ഭുതമാകുന്നു. 10ഉം 50ഉമല്ല 196 രാജ്യങ്ങളുടെയും പ്രത്യേക ദേശവിഭാഗങ്ങളുടെയും അടക്കം 296 പതാകകൾ ഈ കൊച്ചുമിടുക്കൻ എളുപ്പം തിരിച്ചറിയും. ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരുഷ് എന്ന 2ാം ക്ലാസ്സുകാരനാണ് വേറിട്ട കഴിവിനാൽ ഏവരെയും അമ്പരപ്പിക്കുന്നത്. ചൈന, ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, ഫ്രാൻസ്, ഇന്തോനേഷ്യ, ബ്രസീൽ, യുണൈറ്റഡ് കിങ്ഡം, നൈജീരിയ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, എത്തിയോപ്യ, ടർക്കി, വിയറ്റ്നാം, DR കോങ്കോ, ഇറാൻ. ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം ക്ലാസ്സുകാരനായ ആരുഷ് തന്റെ അസാധാരണ കഴിവുകൾ കൊണ്ട് വിദ്യാലയത്തിന്റെയും നാടിന്റെയും അഭിമാനമായി മാറുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത രാജ്യങ്ങളുടെ കൊടികൾ പോലും നിമിഷനേരം കൊണ്ട് തിരിച്ചറിയുന്ന ഈ കൊച്ചുമിടുക്കൻ തന്റെ കൂട്ടുകാരെ മാത്രമല്ല അധ്യാപകരെയും ഞെട്ടിച്ചു. 296 പതാകകൾ ഇത്തരത്തിൽ നിമിഷനേരം കൊണ്ട് പറയുന്ന 2ാം ക്ലാസ്സുകാരന്റെ പ്രകടനത്തെക്കുറിച്ച് പ്രധാനാധ്യാപകൻ KP ജയരാജന്റെ വാക്കുകൾ ഇങ്ങനെ. അപ്പൊ ആ 7 വയസ്സുള്ള ആദിഷാദിന് ഏകദേശം 200ഓളം രാജ്യങ്ങളിലെ പതാകകൾ തിരിച്ചറിഞ്ഞ് ഇന്ന രാജ്യത്തെ പതാകയാണ് അദ്ദേഹത്തെ പറയാൻ നമുക്ക് കഴിയും. അപ്പൊ ആദിഷാദ് പതാക മാത്രമല്ല, ഓരോ രാജ്യത്തെ പ്രധാനമന്ത്രിയെല്ലാം പറയാൻ പറ്റുക. അപ്പൊ അത് ഇനി അടുത്ത ശ്രമം അതായിരിക്കണേ. അടുത്ത നമുക്ക് ഓരോ രാജ്യത്തെയും അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. നമ്മുടെ ടിവിയിലൊക്കെ കാട്ടില്ല, ചില കുട്ടികളിങ്ങനെ നല്ല പരിശ്രമിച്ചുകൊണ്ട് ഓരോ രാജ്യത്തെയും ലോകത്തിലുള്ള പല രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രി പറയും ഇന്നേ നാടാണ് പ്രധാനമന്ത്രി പറയും. 200 രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാര് പിന്നെ അവിടെയുള്ള പതാകകൾ തിരിച്ചറിയാം. ഇങ്ങനെയുള്ള കഴിവുള്ള പിന്നെ കുറെ കുട്ടികളുണ്ട്. നമ്മുടെ ടിവിയിലൊക്കെ കാണാം. ഓരോ കുട്ടിയുടെ അഭിമുഖമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ ആരുഷ് 1ാം ക്ലാസ് മുതലേ ആരുഷിന് രാജ്യങ്ങളുടെ പേരുകൾ അറിയാമായിരുന്നെന്നും പതാകകളുടെ ചിത്രം വരക്കുമായിരുന്നെന്നും ക്ലാസ് അധ്യാപകൻ NB സാഗർ പറഞ്ഞു. 1ാം ക്ലാസ് പഠിക്കുന്ന മുതലാണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആ സമയം തന്നെ ആൾ ഇങ്ങനെ രാജ്യങ്ങളുമായിട്ട് പിന്നെ പതാക പിന്നെ അതുപോലെ തന്നെ രാജ്യങ്ങളുടെ പേരെല്ലാം പറയാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം തന്നെ അവൻ കുറേ രാജ്യങ്ങളെ പേര് പഠിച്ചു. പിന്നെ അതിന് ശേഷം എനിക്ക് ഇങ്ങനെ ദിവസം വരുമോ ഈ ഒരു കൊല്ലം തന്നെ തുടക്കത്തിൽ തന്നെ കുറേ രാജ്യങ്ങളെ പതാകയെല്ലാം കളർ ചെയ്തിട്ട് ഇന്ന രാജ്യം എനിക്ക് പറഞ്ഞു തരും. കുറേ ഇങ്ങനെ ഇത് മനസ്സിലായില്ല. പെട്ടെന്ന് ചില രാജ്യങ്ങൾ പരിചയമുള്ള രാജ്യങ്ങളെ പതാക വന്നപ്പോൾ ഇത് ഇവനെ അറിയാമെന്നുള്ള എനിക്കൊരു ബോധ്യപ്പെട്ട്. താഴെ ചമ്പാട് കൂവാട്ടെ ജിതിൻ രാജ് രഗിന ദമ്പതികളുടെ മകനാണ് ആരുഷ്. അങ്കണവാടി വിദ്യാർത്ഥിനിയായ അവനിക സഹോദരിയാണ്. ചെറുപ്പം മുതലേ വേൾഡ് മാപ്പ് ഉപയോഗിച്ച് കളിക്കുമായിരുന്നെന്നും ടിവിയിലും മൊബൈൽ ഫോണിലും രാജ്യങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരുഷിന് പ്രത്യേക താല്പര്യവുമായിരുന്നെന്ന് രഗിന പറഞ്ഞു. അവന് രാജ്യങ്ങളോട് ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടിയാണ്. പിന്നെ ഫോണ് കാണുമ്പോഴും TV കാണുമ്പോഴെല്ലാം രാജ്യങ്ങളെ കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം പണ്ടേ പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലിരുന്നു കൊണ്ടാണ് എല്ലാ കളിയും കളിക്കുക. കുറച്ച് ആനിമൽസ് എല്ലാം മാപ്പിൽ വെച്ച് ഓരോ രാജ്യങ്ങൾ ആദ്യം പഠിച്ച് പിന്നെ അതിന് ശേഷം പിന്നെ ഫോണിൽ കണ്ടിട്ട് തന്നെയാണ് ഫ്ലാഗിനെ പറ്റി പഠിച്ചതും. പിന്നെ അത് താല്പര്യം കണ്ടതുകൊണ്ട് ഒരു അറ്റ്ലസ് വാങ്ങി അതിലൂടെ പഠിച്ചു. ആരുഷിൻ്റെ ഈ മനോഹര കഴിവ് നാടിൻ്റെ കാഴ്ചപ്പാടുകൾക്കപ്പുറം ഒരു ആഗോള കാഴ്ചപ്പാടിനെയും സ്നേഹത്തിനെയും അടയാളപ്പെടുത്തുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.